നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ അച്ഛന്മാരെല്ലാവരും ഉറഞ്ഞു കൊള്ളുന്ന വീഡിയോ കണ്ടു. അപ്പം നമുക്ക് വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് ചാരിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്നതിനും, ചികിത്സയ്ക്ക് വരുന്ന ഫണ്ട് ചികിത്സയ്ക്ക് ഉപയോഗിക്കണം, വിദ്യാഭ്യാസത്തിന് വരുന്ന ഫണ്ട് വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കണം, മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആ കാര്യങ്ങൾക്ക് വിനിയോഗിച്ച് വ്യക്തമായ കണക്കുകൾ കാണിക്കണമെന്നാണ് നിയമം പറഞ്ഞിരുന്നത്. അത് തെറ്റായ വഴിയിൽ കൂടെ ചിലവഴിക്കാൻ പാടില്ല. ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഒരു അനാഥാലയത്തിന് തരുന്ന പണം അനാഥാലയത്തിന് തന്നെ കൊടുക്കണം. ഒരു വൃദ്ധസദനത്തിന് തരുന്ന പണം വൃദ്ധസദനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. അത് പരസ്പരം അങ്ങോട്ട് കൈമാറാൻ പാടില്ലെന്നുമുണ്ട്. അപ്പോൾ അതിനെതിരെ അച്ഛന്മാരോ അല്ല മൈത്രന്മാരോ ആരും ഉറഞ്ഞു തുള്ളിയിട്ട് ഒരു കാര്യം നടക്കത്തില്ല, ഒരു കോപ്പും നടക്കത്തില്ല. കാരണം നിങ്ങളുടെ ആരുടെയും വോട്ട് കൊണ്ടല്ല ഇന്ത്യയിൽ BJP ഭരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിങ്ങളാരും വോട്ട് കൊടുത്തിട്ട് ഇവിടെ BJP കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ചിട്ടുമില്ല. അത് ഞങ്ങളുൾപ്പെടെ നോർത്ത് ഇന്ത്യൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണസമിതിയാണ് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ളത്. അത് കാരണം നിങ്ങൾ ഏത് കിടാപ്പ് കാട്ടി പേടിപ്പിക്കാൻ നോക്കിയാലും അവിടെ വേവത്തില്ല. അത് നിങ്ങൾ കേരളത്തിൽ ഒരു BJP കാൻഡിഡേറ്റ് ഒരു മന്ത്രിയെ തിരഞ്ഞെടുത്തു, നിങ്ങൾ കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവരോട് പറയുക. അവരതിന് വേണമെങ്കിൽ ന്യായമായ കാര്യങ്ങളാണെങ്കിൽ അവരതിന് പരിഹാരം ചെയ്യും. ഇല്ലെങ്കിൽ വെറുതെ കിടന്ന് ഈ പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചിട്ടും അല്ലെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ചെന്ന് ധർണ ഇരുന്നിട്ടും റോഡിൽ കൂടെ ധർണ നടത്തിയിട്ടും കളക്ടറേറ്റിൻ്റെ മുമ്പിൽ മാർച്ച് നടത്തിയിട്ട് യാതൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളാരും തിരഞ്ഞെടുത്ത വ്യക്തികളല്ല കേന്ദ്രം ഭരിക്കുന്നത്. അവിടെ അറിവും വിവരവും വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും ഉയർന്ന ലോക പരിചയമുള്ളത്, കള്ളത്തരങ്ങൾ ഇനിയും ഒരിക്കൽ ഇന്ത്യയിൽ നടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം അംഗങ്ങൾ ഉൾപ്പെടുന്ന ഭരണസമിതിയാണ് സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള കേന്ദ്രത്തിലുള്ളത്. അത് കാരണം നിങ്ങൾ ഏതൊക്കെ ഉടായിപ്പോയിട്ട് എങ്ങനെ ഉറഞ്ഞു തുള്ളിയാലും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? കേരളത്തിലെ LDF ഭരണസമിതി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഭരണസമിതിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യപ്പെടാം എന്നുള്ളതല്ലാതെ നിങ്ങൾ ഇവിടെ കിടന്ന് എന്തൊക്കെ കോപ്രായം കാണിച്ചാലും അതങ്ങോട്ട് പോകുന്നില്ല. നിങ്ങളുടെ ആരുടെ വോട്ടും കൊണ്ടല്ല കേന്ദ്രത്തിൽ ശ്രീ നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു ഭരണസമിതി അവിടെ ചേർന്ന് യോജിച്ച് നിന്ന് ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളും അനധികൃതമായ യാതൊരു കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കാതെ നല്ലൊരു രീതിയിൽ തന്നെ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച, ഇനിയും അത് വളർന്ന് ഉയരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് കേന്ദ്രത്തിലുള്ളത്. അത് കാരണം നിങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ കിടന്ന് ഇന്ത്യയുടെ തെക്ക് സൈഡിലെ ഒരു മൂലയ്ക്ക്, ഏറ്റവും ചെറിയ മൂലയെന്ന് പറയാം, അവിടെ കിടന്ന് ഈ തുള്ളിയിട്ട് കിടന്ന് വേല കാണിച്ചിട്ട് യാതൊരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നിങ്ങളാരും തിരഞ്ഞെടുത്ത വ്യക്തികൾ അവിടെ ഇല്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് നിങ്ങളെ പേടിക്കാൻ നിങ്ങളുടെ വിരട്ടിൽ കണ്ട് പേടിക്കാൻ പറ്റിയ വ്യക്തികളാരും കേന്ദ്രത്തിലില്ല. അത് നിങ്ങൾക്ക് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു കേരളത്തിൽ മാത്രം, ഈ മൂലയ്ക്ക്, ഈ കോസ്റ്റലായ തീരദേശമായ ഒരു ചെറിയ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങളെ പേടിക്കുന്ന വ്യക്തികൾ. നിങ്ങൾ SPP ആണെങ്കിലും PFI ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ഏത് പാർട്ടി, നിങ്ങൾ ഇവിടെ ഉള്ളവർ നിങ്ങൾ ചിലപ്പോൾ ഉറഞ്ഞതില്ല പേടിക്കുമായിരിക്കും. പക്ഷേ കേന്ദ്രത്തിൽ ആരും നിങ്ങളെ പേടിക്കാനില്ല. അതാദ്യം മനസ്സിലാക്കുക. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും, ഭരണത്തിൻ്റെ വഴിക്ക് പോകും. ഇന്ത്യ മുന്നോട്ട് അതിവേഗത്തിൽ കുതിക്കുക തന്നെ ചെയ്യും. ഭാരത് മാതാ കി ജയ്.